നമസ്കാരം. മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഒരു ചക്കക്കൂര് കൊണ്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നും അതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് ചക്കക്കൂര് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം വാഷ് ചെയ്ത് വെച്ചതാണ് ഞാൻ. ഇത് നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ട് ഞാനിത് കുക്കറിൽ 2 വിസിലടിക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെയുള്ള ഈ സ്കിന്ന് മാത്രമേ നമ്മൾ പോക്കുള്ളൂ കേട്ടോ. ഉള്ളിലുള്ള ആ റെഡ് പോക്കൂല. അത് നമ്മളെ ഹെൽത്തിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് പോക്കൂല. ഈ മേലെയുള്ള ഈ സ്കിൻ മാത്രം നമുക്കൊന്ന് റിമൂവ് ചെയ്യണം പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കില്ല അതൊക്കെ എടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുക്കറിലിട്ട് 2 വിസിലടിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് 2 വിസിലടിക്കുന്നുണ്ട്. ഇതേ സമയം ചക്കക്കുരു വേവുകയും ചെയ്യും, ഇതിൻ്റെ സ്കിന്ന് പെട്ടെന്ന് നമുക്ക് റിമൂവ് ആയി കിട്ടുകയും ചെയ്യും. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതിപ്പോൾ ഈ ടൈമിൽ ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഈ ചക്കക്കുരു വെന്ത് കിട്ടുന്ന ടൈമിൽ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അത് ഇവിടെ കണ്ടിട്ടില്ല, വീഡിയോ ഇതിൽ കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ 2 വിസിലടിക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് 2 വിസിലടിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ തുറന്ന് നോക്കുന്നതാണ്. ഇത് ചക്കക്കുരുവൊക്കെ നല്ലതാണ്. ഇത് പെട്ടെന്നൊന്നും നമ്മൾ കൈ കൊണ്ടൊന്ന് തൊട്ടാൽ തന്നെ അതിൻ്റെ സ്കിൻ അങ്ങോട്ട് റിമൂവ് ആയി പോകും. ഒന്ന് തൊട്ടാക്കിയാൽ മതി. മറ്റേ നമ്മൾ കുറേ നേരം പിടിക്കില്ല ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണിത്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചൊഴിക്കുക. ഇതിൻ്റെ വെള്ളമൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് വേണം നമുക്കിത് ഒന്ന് ചൂടൊക്കെ ആറിയാലല്ലേ നമുക്കിത് ഒന്ന് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ചൂടൊക്കെ ആറട്ടെ. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ഇത് അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരിപ്പ പാത്രത്തിലേക്ക് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയിട്ട് വരട്ടെ കേട്ടോ. ഇനി അതിനുശേഷം ഞാൻ ചൂടാറിയിട്ടുണ്ട്, അത് നമുക്കൊന്ന് തൊട്ട് നോക്കണ്ട. ഇത് പെട്ടെന്ന് ഉണ്ട്, അതിൻ്റെ സ്കിന്ന് പെട്ടെന്ന് ഉണ്ട് റിമൂവ് ആയി പോകുന്നുണ്ട. ഈ റെഡ് നമ്മൾ പോക്കൂല, അത് നമ്മുടെ ക്യാൻസറിന് വരെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പോക്കൂല, നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. അതുകൊണ്ട് അത് പോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മേലത്തെ സ്കിന്ന് മാത്രം പൊക്കിയാൽ മതി കേട്ടോ. പെട്ടെന്ന് റിമൂവ് ആവും. നമ്മൾ ഒരു കൈ കൊണ്ടൊന്ന് തൊട്ടെടുത്താൽ മാത്രം മതി, അപ്പം തന്നെ റിമൂവ് ആയി പോകും. കണ്ടോ ഇതുപോലെ തന്നെ. അതുകൊണ്ട് നമുക്കെല്ലാം ഇതുപോലെ തന്നെ ഇങ്ങനെ ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് വേർതിരിച്ചിട്ട് എടുക്കാം. ഇത് വളരെ ഹെൽത്തിന് വളരെ നല്ല ഒരു ഇതാണ് ഈ ചക്കക്കുരുവിൻ്റെ തോരൻ. എല്ലാത്തിനും നല്ല വിറ്റാമിനൊക്കെ ഉള്ള ഒരു ഇതാണ്. മെഴുക്ക് വരട്ടിയാണ്. നമുക്കിത് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ഞാനിങ്ങനെ ചക്കക്കുരു എല്ലാം റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് 2-3 പീസാക്കണം. അല്ലാണ്ട് ഇതുപോലെ നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 2-3 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേണ്ട ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 2-3 പീസാക്കിയിട്ട് ചെറുതാക്കിയിട്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പിലാണ് വേണ്ടത് അതുപോലെ ചെയ്യുക. നീളത്തിലാണെങ്കിൽ നീളത്തിൽ, എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക, ഓരോരുത്തർ ഇഷ്ടം പോലെ കേട്ടോ. ഇനി അതിന് വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഇതൊക്കെ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കിയെടുക്കണേ. വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇടുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ കടുക് ഇടുക. കറിവേപ്പില ഇടുക. വറ്റൽമുളക് വേണേൽ വറ്റൽമുളക് ഇടാം. ഞാനിപ്പോൾ ഇവിടെ വറ്റൽമുളക് ഇടുന്നില്ല. കറിവേപ്പില ഇട്ട്, ഞാൻ ചില്ലി ഫ്ലേക്സാണ് ഇടുന്നത്, അതുകൊണ്ട് വറ്റൽമുളക് ഞാൻ ഇടുന്നില്ല കേട്ടോ. ചില്ലി ഫ്ലേക്സാണ് ഇടുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി, ഒരു മീഡിയം സൈസ് സവാള ഞാൻ കട്ട് ചെയ്തിടുന്നുണ്ട്. ഒരു മീഡിയം സൈസ് സവാള. ഇതിന് പകരം ചെറിയുള്ളി വേണമെങ്കിൽ ചെറിയുള്ളി എടുക്കാം കേട്ടോ. ഞാനൊരു മീഡിയം സൈസ് സവാളയാണ് ചെറുതാക്കി കട്ട് ചെയ്തിടുന്നത്. നമ്മൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്ന പോലെ തന്നെ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് ചെയ്യണം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഒന്ന് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ ലിങ്ക്. ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. ഇതൊന്ന് ഒരു നല്ലോണം ഒന്ന് വഴണ്ടി കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലോണം ഇതാക്കുക. വെളിച്ചെണ്ണയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക കേട്ടോ. ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. വഴണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ബ്രൗൺ കളറാകണ്ട കേട്ടോ. ബ്രൗൺ കളറാകണ്ട, എന്നാലും ഒന്ന് വഴണ്ടി കിട്ടണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര മുതൽ മുക്കാൽ വരെ 3/4 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ഞാൻ ഇടുന്നത്. മുളക് പൊടിയല്ല ഇടുന്നത് കേട്ടോ. അതിന് പച്ചമുളകോ ഒന്നും ഞാൻ ഇടുന്നില്ല, ചില്ലി ഫ്ലേക്സാണ് ഇടുന്നത്. ഒരു 3/4 ടീസ്പൂൺ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. എരിവിനനുസരിച്ചിട്ട് ഇടുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം ഇടുന്നുണ്ട്. ഇത് 2 പ്രാവശ്യം അതാ ടീസ്പൂണാണ്, അതാണ് അങ്ങനെ ഇടുന്നത് കേട്ടോ. 3/4 ടീസ്പൂൺ ഇടുന്നുണ്ട്.
നന്നായി വഴറ്റി കൊടുക്കുക. ഇത് നല്ല എരിവാണ്, അതുകൊണ്ട് ഞാൻ അത്രയും മാത്രം ഇട്ടത് കേട്ടോ. ഇത് കൂടുതൽ എരിവ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഇടാം, കാരണം ഇത് ചക്കക്കുരുവൊക്കെ കുറച്ച് എരിവിൽ കഴിക്കണം. ഇത് തീരെ ഇങ്ങനെയുള്ള ടൈപ്പിലാവരുത്. ഇത് നല്ലൊരു ചക്കക്കുരുവാണ്, നല്ല പൊടിയുള്ള ചക്കക്കുരുവാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. ചക്കക്കുരുവൊക്കെ ക്ലീൻ ചെയ്യണേ കുറച്ച് പാടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടീൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച കട്ട് ചെയ്ത് വെച്ച ചക്കക്കുരു ഇതിലേക്ക് ഇടുക. ഇനി നന്നായി മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാവരും വീട്ടിലും ചക്കയൊക്കെ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ചക്കക്കുരുവൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ ഇത് കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന, ഷുഗർ പേഷ്യൻസിനും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മെഴുക്ക് വരട്ടിയാണ് ചക്കക്കുരു കൊണ്ടുള്ള. നല്ല ഹെൽത്തിനൊക്കെ നല്ലതല്ലേ. കഞ്ഞീൻ്റെ കൂടെയൊക്കെ നല്ലതാണ്. കഞ്ഞീൻ്റെ കൂടി ചപ്പാത്തീൻ്റെ കൂടി കുറച്ച് ഇതായിട്ട് ഗ്രേവി പോലെ ആയിട്ട് എടുത്താൽ ചപ്പാത്തീൻ്റെ കൂടി നല്ലതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആ ക്ലീൻ ചെയ്ത വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല, അപ്പോൾ വേവിക്കുമ്പോൾ ഉള്ള വെള്ളമൊന്നും ഒഴിച്ചില്ല. അപ്പോൾ കുറച്ചൊന്ന് മസാലയൊക്കെ ഒന്ന് പുരണ്ട് കിട്ടണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ, അല്ലെങ്കിൽ നല്ലോണം ഡ്രൈ ആയി പോകും കേട്ടോ. അതിന് നന്നായി മിക്സായി കൊടുക്കുക. ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഈ മസാലയും ഇതൊക്കെ ഒന്ന് കുക്കായി വരണം. ഓൾറെഡി ചക്കക്കുരു കുക്കായതാണ്, എന്നാലും നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കണം. ഈ ടൈമിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ആദ്യം നമ്മൾ കുരു വെക്കുമ്പോൾ മാത്രമേ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി മസാലക്കൊക്കെ ഉള്ളിക്കൊക്കെ വേണ്ട ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സായി കൊടുക്കുക. ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ഒന്നൊരു ആവി വരട്ടെ. ആവി വന്നാൽ മതി. ഓൾറെഡി ചക്കക്കുരു വെന്തോണ്ട് അധിക സമയത്ത് ഇതാക്കണ്ട, ഒന്ന് അടച്ച് വെച്ചാൽ മതി. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പൊക്കെ എല്ലാടി എത്തുന്ന നേരത്തിലൊന്ന് മിക്സായി കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെക്കുക. അങ്ങനെ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് മതി കേട്ടോ. കൂടുതലും അങ്ങനെ ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട. 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്ന് വെക്കുക. ഒന്നുകൂടെ ഒന്ന് മിക്സായി കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കുറച്ച് ഗ്രേവി ടൈപ്പിൽ എടുത്താൽ മതി. അത് ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും കഴിക്കും കേട്ടോ. ഫ്രഷായ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കുക. ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്നും പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് അടച്ച് വെക്കുക. ഇനി സെർവ് ചെയ്യാൻ നേരത്ത് ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. അങ്ങനെ അടിപൊളി നമുക്ക് നല്ല ഹെൽത്തി ആയ ഒരു ചക്കക്കുരു മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല കോമ്പിനേഷനാണ് കഞ്ഞിക്കൊക്കെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.